KM ഷാജി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിന്നതാണ്. അദ്ദേഹത്തിന് ഈ വിവരങ്ങളും കൂടുതൽ പങ്കുവയ്ക്കാൻ കഴിയും. കാരണം പ്രത്യേകിച്ച് ബിജുവിൻ്റെ കുടുംബവും അടക്കമുള്ള ആളുകളുമായിട്ടും നേരിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ്. ബിജു ഇവിടേക്ക് തിരിച്ചു വന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം അറിഞ്ഞായിരുന്നു. അവരോട് മാറാൻ പറഞ്ഞാണ് അവരുടെ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് മാറി താമസിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചു വന്നത്. അതിനുശേഷമാണ് പിന്നെ അവരിവിടെ വരുന്നത്. ബാക്കി എല്ലാ ആളുകളെല്ലാം മാറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലിപ്പോൾ അവിടെ നിന്നും ബിജുവിൻ്റെ വൈഫിന് റിക്കവർ ആവുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ ഇനിയും സമയം എടുക്കും. അതിനുവേണ്ടി നമ്മളിപ്പോൾ മറ്റേ ഇറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സുരക്ഷിതമായി എടുക്കുന്നതിന് വേണ്ടി ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മൾ നിലവിലിപ്പോൾ അവിടെ ബീം മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മരിച്ച ബിജുവിൻ്റെ കാലിൻ്റെ ഇടയിൽ നമ്മുടെ ഈ സ്ത്രീയുടെ കാലിരിക്കുവാണ്. അപ്പോൾ അത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണത്. അപ്പോൾ അത് ഡോക്ടേഴ്സിൻ്റെയും കൂടി ഒരു ഡയറക്ഷനിലൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ അതിനെ നേരിടാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ മെഷീൻ ഇറ്റാച്ചി റെഡി. വണ്ടി കടന്നു വരാനുള്ള വീതിയുണ്ടോ? വീതിയൊക്കെ ഇപ്പോൾ വെട്ടി ഉണ്ടാക്കി കയറി വരാൻ പറഞ്ഞേക്കുവാണ്. അതല്ലാതെ വേറെ മുന്നോട്ട് പോകാൻ വേറെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ളത് വീടുകളെല്ലാം അവിടെ ഒന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം അതുങ്ങളെല്ലാം അവിടെ ഉള്ളവരെല്ലാം ഇവിടെ ഡേഞ്ചറാണ്. ഇനിയിപ്പോൾ അവിടുത്തെ ഒരു സുരക്ഷിത മേഖലയല്ല ഇപ്പോൾ ഇത്. അതിന് പകരം എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു നേട്ടത്തെ ഇറ്റാച്ചിയുടെ കാര്യങ്ങളാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. അവരുടെ ഇപ്പം നിലവിൽ സന്ധ്യയുടെ ജീവനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് യന്ത്ര സംവിധാനങ്ങൾ കൂടുതലായിട്ട് മിഷനറി സംവിധാനങ്ങൾ കൂടുതലായിട്ട് ഇവിടെ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കാരണം ഒരു കാരണവശാലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ നോക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.